ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു കക്ക വാരുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ തന്നെ ഒരു കുളത്തിൽ നിന്ന് നമ്മുടെ തന്നെ ഒരാൾ കക്ക വാരിയെടുക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് വാരിയെടുക്കുന്നതും അത് പാകം ചെയ്യുന്നതും അവസാനം അത് ടേസ്റ്റ് നോക്കുന്നതും ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കോണും എനേബിൾ ചെയ്യുക. വീണ്ടും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് സമയം കളയാതെ ആ കക്ക വരുന്നതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതാണ് കക്ക. ഇങ്ങനെ ഇരിക്കും സാധനം. അപ്പോൾ അങ്കിളിങ്ങനെ കക്ക വാരിക്കൊണ്ടിരിക്കുകയാണ് കുളത്തിൽ നിന്ന്. അത് മണ്ണിൻ്റെ അടിയിലാണ് കിടക്കുന്നു തോന്നുന്നു കേട്ടോ. മണ്ണിൻ്റെ അടിയിൽ നിന്ന് അത് വാരുന്നത്. എൻ്റെ മണ്ണ് കളയുക. വീണ്ടും അദ്ദേഹം ഇങ്ങനെ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുക. വേണ്ട, ഇതുപോലെ ഇരിക്കുവേ. കുറച്ച് കിട്ടുന്നുണ്ട് കക്ക. ഇത് പാചകം ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനിടയ്ക്ക് അവിടെ ചെറിയ മീൻ കിടപ്പുണ്ട്, പള്ളത്തി എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻ്റ് ഇടുക കേട്ടോ. അത് ഈ സൂര്യപ്രകാശത്തിൽ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ 2 കോല് വെച്ച് അങ്ങനെ പിടിക്കുന്നത്? ഈ 2 കമ്പ് വെച്ചത് കൂട്ടിച്ചേർക്കും. കിട്ടിയോ? ഉണ്ട്. ഇതുപോലെ. എന്ത്? ഇത് സ്വർണ്ണ കളറാണല്ലോ. സ്വർണ്ണ കളർ പള്ളത്തി. കക്ക വാരാൻ വന്ന നമ്മൾ ഉണ്ട്. വാരിക്കൊണ്ടിരുന്നപ്പം കിട്ടിയതായത്. അപ്പോൾ നമുക്ക് മൊത്തം ഇത്രയും കക്ക കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത്രയും കിട്ടിയപ്പോൾ നമ്മൾ നിർത്തി വാരുന്നത്. നമ്മുടെ ആവശ്യത്തിനായി. നമ്മൾ ഈ പാത്രം എടുത്ത് വെക്കും. അതിൽ വെച്ച് വേവിക്കാനുള്ള കക്കയിനാൽ വേവിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേവിക്കാനായിട്ട് നമ്മൾ പാത്രത്തിൽ ഇട്ടിരിക്കുക. ഒന്ന് ശരിക്കും വേവിച്ചെടുത്താൽ ഈ കക്ക വേർപെടുത്തി എടുക്കണം. അകത്ത് ഇറച്ചിയുണ്ടല്ലോ, താറാവ്. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇനി തീപ്പട്ടിയും സാധനങ്ങളും എടുത്തുകൊണ്ട് വന്ന് തീ കത്തിച്ച് കൊടുക്കുക. ഇപ്പോൾ തീ കത്തിക്കാൻ പോവുകയാണ്. ശരി. പുഴുങ്ങിയെടുക്കാൻ, വേവിച്ചെടുക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. തീ തീ കത്തിപ്പിടിച്ചു. അത് വേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേർപെട്ട് വരും കേട്ടോ. ഇത് ചൂട് ഇങ്ങനെ കയറുമ്പം ഇങ്ങനെ വേർപെട്ട് വരും. ഇത് ഇങ്ങനെ വേർപെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ പൊട്ട് വരുന്നത് എല്ലാം ഇതുപോലെ ഇങ്ങനെ വേർപെട്ട് വരും. നമുക്കിതിനകത്ത് ഇറച്ചിയാണ് വേണ്ടത്. അതെടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതൊന്ന് ക്ലീൻ ചെയ്ത് വേണം കുക്ക് ചെയ്യാൻ. ഇത് ഇളക്കി കൊടുക്കണം നമ്മൾ. ആദ്യം വേഗം അടിയിൽ പാകുന്നു. അപ്പോൾ നമ്മൾ മുകളിലത്തെ കക്ക താഴത്തേക്ക് പോകാൻ വേണ്ടി വേഗാത്ത കക്കകൾ അടിയിലേക്ക്. ഇത് ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അടിയിലത്തെ കക്ക മേളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് അടിയിൽ കിടക്കുന്നത് മാത്രം അടിയിൽ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കരിഞ്ഞു പോകും.
വാഴ കക്കയുടെ വായൊക്കെ പൊട്ടി കഴിഞ്ഞ് നമ്മളൊരു അതിൻ്റെ ഈ വാവൊക്കെ പൊട്ടിയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വേർപെട്ട് വന്നു എന്നാണ് ഇതാണ് അടുത്ത. ഇനി ഇത് നമ്മൾ കൊട്ടയിലേക്ക് മാറ്റി ഇതിൻ്റെ ഇറച്ചികൾ അതിൻ്റെ വെള്ളമൊക്കെ തോരാനേ കൊട്ടയിലേക്ക് മാറ്റുന്നു. ഇറച്ചി തിരിഞ്ഞെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോയാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. കാരണം നമ്മളിപ്പം അടുപ്പത്തൊന്നും എടുത്തതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇറച്ചി വേർതിരിച്ച് എടുക്കുകയാണ്. ഉണ്ട് ആ തോടിൽ നിന്ന് തന്നെ ഇതുപോലെ വേർതിരിക്കുന്നത്. ഈ തോട് നമുക്ക് മാറ്റിയിട്ട് ഇതിനകത്തെ ഇറച്ചി നമുക്ക് എടുക്കാം. ഈ ഇറച്ചിയാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാൻ പോകുന്നത്. ഇതാണ് കക്ക ഇറച്ചി. ഇതൊന്നും നല്ലോണം ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം ഇത് കഴിക്കുന്നത് മണ്ണാണ്. ഇതിൻ്റെ ആഹാരം. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കക്ക ഇറച്ചി ഇത്രയും കിട്ടി. ഇത് തോടാണേ. ഇതിവിടെ വേർതിരിച്ച തോടാത്. ഇത് അതിൽ നിന്ന് കിട്ടിയ കക്ക. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിൽ ആക്കി വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതെങ്ങനെ അഴുക്ക് കളയുന്നു കണ്ടോ. അതുകൊണ്ട് ഇതുപോലെ എടുത്ത് അതിന് ചെറിയൊരു ബ്ലാക്ക് കളർ ഇരിക്കുന്നത് കൈകൊണ്ട് ഞെക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വരും. ചിലർ ഇത് ഈർക്കിലും കൊണ്ടൊക്കെ എടുക്കാറുണ്ട്. നമ്മളിത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞത് വൃത്തിയാക്കുന്നതേ ഉള്ളൂ. നല്ലോണം ഇത് കഴുകി എടുക്കേണ്ടി വരും. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ഇത്രയും ചെയ്തെടുക്കണം ഇതെല്ലാം. അങ്ങനെ നമ്മളിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ കക്കായും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കണം. ഒരു 2-3 കഴുകണം. ഇത് കഴുകി പിഴിഞ്ഞാണ് എടുക്കുന്നത്. അതിനുശേഷം അതിന് പച്ചമുളക്, ഉള്ളി, മസാല, മല്ലിപ്പൊടി എല്ലാം കൂടെ മൂപ്പിച്ച് അതിനകത്തിട്ട് ശരിക്കും പൊരിച്ച് വറുത്ത് നമുക്ക് എടുക്കണം. കക്ക ഇറച്ചി നമ്മളിപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ കഴുകിയെടുക്കുകയാണ്. ഇതുപോലെ കഴുകി പിഴിഞ്ഞെടുക്കണേ. അപ്പോൾ അഴുക്ക് ശരിക്കും അങ്ങ് പോവും. ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? 3 പ്രാവശ്യം. 3 പ്രാവശ്യം ഇതുപോലെ ചെയ്യണം കേട്ടോ. കക്കയിറച്ചിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, ഉള്ളി, സവോള കുറച്ച് ചേർത്താണ്. പിന്നെ അതിന് പൊടികൾ മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടിയും ചേർക്കും. എന്നിട്ട് അത് എണ്ണ ഒഴിക്കാൻ പോവാണ്. പാൻ വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പം കടുകിടും. കടുകിട്ടു. ഇനി കടുക് ഒന്ന് ചൂടായി പൊട്ടിത്തെറിക്കണം. അതുപോലെ ഉള്ളി ഇടാൻ പോവാണ്. ഉള്ളി ഇട്ടു. ഈ പച്ചമുളക് കൂടിച്ച് തന്നെ ഇടാം. എല്ലാം ഒന്നിച്ച് മൂത്ത് കിട്ടും. ശരി. വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, ശരിക്കും വഴറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അല്പം മസാല, സകലം ചുമന്ന മുളകിൻ്റെ പൊടി ഇട്ട് ഇളക്കി അത് മൂത്ത് കഴിയുമ്പോൾ കക്കയിറച്ചി ഇതിനകത്തേക്ക് ഇട്ട് അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ അത് തീ താത്തി വെക്കുമ്പോൾ അത് നല്ലോണം വറുത്ത പോലെയാകും. അത് കഴിഞ്ഞ്
നമുക്ക് കഴിക്കാം. പിന്നെ ആവശ്യമുള്ള പൊടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കണമാണിത്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടി. ഇനി അല്പം മഞ്ഞപ്പൊടി അല്പം ഇട്ടു. അത് കക്കറച്ചി കക്ക ഇട്ടു. ഇറച്ചി എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് അതാ ഞാൻ ഓർത്തോണ്ടിരുന്നു, ഉപ്പ് ഇതിലിട്ടില്ലല്ലോ എന്ന്. ഉപ്പിട്ട് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി ആവിയിൽ അടച്ചു വെച്ച് ഭംഗിയായിട്ട് വേവിക്കണം. ഓക്കെ. അത് ഈ പാത്രത്തിൽ തന്നെ അത് വറുത്ത പോലെ ആവും. അത് കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി നേരം ഇരിക്കണം. ഇന്ന് കഴിയുമ്പോൾ ചെറിയ തീയിലിരുന്നാലേ അത് മുരിഞ്ഞ് വരുള്ളൂ. ഓക്കെ. 5 മിനിറ്റെങ്കിലും വേണ്ടി വരും. ഇത്ര ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ആദ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണ്ട് നല്ല മൊരയാകും. അപ്പോൾ നല്ല സ്വാദായിരിക്കും. അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയല്ലോ. ഇത്ര ആയിട്ടുണ്ടല്ലോ. ഇനി കുറച്ചുകൂടെ ഒന്ന് വേണ്ടത്. പിന്നെ ഇത് ഒന്നുകൂടി മൊരിയണം. ഇപ്പം ഇത് മുറിയാറായോ അതോ മുറിഞ്ഞോ? ഇത് നല്ല പാകത്തിന് മരുവായി. ഇനി ഇത് തീ ഓഫ് ചെയ്ത് നമുക്ക് ഭക്ഷിക്കാം. ഇതിനി നമുക്ക് ചോറിൻ്റെ കൂടെയോ നല്ല പുട്ടും കക്കറച്ചി വറുത്തതും കൂടി തിന്നാൻ നല്ല രുചിയാണ്. പുട്ടോ? പുട്ടും കക്കറച്ചി വറുത്തതും കൂടെ കൂട്ടുകയാണെങ്കിൽ നല്ല രുചിയാണ്. കൊള്ളാമല്ലോ. അപ്പോൾ നമ്മളിനി തീ അങ്ങ് ഓഫ് ചെയ്യുകയാണേ. ഇതാണ് കക്ക റോസ്റ്റ്. ഇത് നമ്മളിനി കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ഞങ്ങളെ? കൊള്ളാമോ? സൂപ്പർ. നന്നായിട്ടുണ്ടോ? കക്ക റോസ്റ്റ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.